IVF എന്ന് പറയുന്നത് പലർക്കും ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, അതാണ് അവരുടെ അവസാന പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് IVF ജേണി സ്ട്രെസ്ഫുള്ളായി മാറുന്നത്. പ്രത്യേകിച്ച് 3ഉം 4ഉം ട്രയൽ വരെ എത്തിയിട്ടുള്ളവർക്ക്. പലപ്പോഴും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും ഇമോഷണലി എക്സോസ്റ്റഡ് ആയിട്ടും ഇത്തവണയെങ്കിലും ലൈഫ് മാറുമോ എന്ന പ്രതീക്ഷയിൽ പിടിച്ചു നിൽക്കുന്നവരുണ്ട്. പക്ഷേ അതിനിടയിൽ ഏറ്റവും കൂടുതലായി അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കോൺസ്റ്റൻ്റ് ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ഫെയിലിയർ സ്റ്റോറീസ് കേൾക്കുന്നത്, ഒന്നും ശരിയായില്ലേ എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓരോ സിംറ്റംസിനെയും ഓവറായിട്ട് അനലൈസ് ചെയ്യുന്നത്, ഇതൊക്കെ ആരെയും ഫിയർഫുൾ ആക്കുകയും ആങ്ഷ്യസ് ആക്കുകയും ചെയ്യാം. മൈൻഡ് ആങ്ഷ്യസ് ആകുന്ന സമയത്ത് ബോഡിയിൽ സ്ട്രെസ് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. ഇത് IVF ട്രീറ്റ്മെന്റിന്റെ സക്സസിനെ വരെ നെഗറ്റീവായി ബാധിച്ചേക്കാം. ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പെർട്ട് എന്ന നിലയിൽ പേഷ്യൻസിനോട് പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. IVF എന്ന് പറയുന്നത് നിങ്ങളുടെ മുഴുവൻ ഐഡന്റിറ്റി ആകരുത്. അതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. IVF റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഫൈനൽ വേർഡിക്റ്റ് അല്ല. മറ്റുള്ളവരുടെ IVF എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്യുന്നത് നിർത്തുക. ഓരോ ബോഡിയും ഓരോ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. IVFനെ ലൈഫിന്റെ ഫുൾ ഐഡന്റിറ്റി ആക്കി മാറ്റരുത്. നിങ്ങളൊരു പേഷ്യന്റ് മാത്രമല്ല, നിങ്ങളൊരു പാർട്ട്ണറാണ്, ഇൻഡിവിജ്വലാണ്, ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. മറ്റൊരാളുടെ ഫെയിലിയർ അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും അപ്ഡേറ്റ്സ് കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. റിസൾട്ട് ഒന്നും ആയില്ലേ എന്നുള്ള കണ്ടിന്യൂസ്ലി വരുന്ന ക്വസ്റ്റ്യൻസിന് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് IVF സക്സസ്ഫുൾ ആയാലും ഇല്ലെങ്കിലും നിങ്ങൾ വാല്യുബിൾ തന്നെയാണ്. കാരണം IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് അല്ല നിങ്ങളുടെ ജീവിതം മുഴുവൻ നിർണ്ണയിക്കുന്നത്. സ്വയം റിമൈൻഡ് ചെയ്യൂ, റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോളിലല്ല, ഞാൻ ചെയ്യുന്നത് എൻ്റെ ബെസ്റ്റാണ്.